ഹിന്ദു വിരോധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് മുസ്ലിം എന്നായിരിക്കും. മുസ്ലിം വിരോധി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഹിന്ദു എന്ന് വരും, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വരും. അതുപോലെ ക്രിസ്ത്യൻ വിരോധി എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ ഒക്കെ പേര് മനസ്സിൽ വന്നേക്കും. അത് ഒരു അബദ്ധജടിലമായ ചിന്തയാണ്. യഥാർത്ഥത്തിൽ ഓരോ മതത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിരോധത്തിൻ്റെയും ബീജായാപം അതിനുള്ളിൽ തന്നെയാണ്. അതിനുള്ളിലാണത് മുളയ്ക്കുന്നത്. അതിനുള്ളിലാണ് അസ്വസ്ഥതക്കാരുള്ളത്. യഥാർത്ഥത്തിൽ ഓരോ സമുദായത്തിലെയും സമൂഹത്തിലെയും വിശ്വാസികളായ ആളുകൾ ഈ കിരീരിപ്പുകാരെയും കടിക്കാരെയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. കൈകാര്യം എന്ന് പറയുമ്പോൾ ആരോഗ്യകരമായ കൈകാര്യമാണ്. ആ ആശയങ്ങൾക്കെതിരെ വർത്തമാനം പറയുകയും അവരെ പിടിച്ച് പോലീസിൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഞാനിത് പറഞ്ഞത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചേലക്കര അന്തിമഹാകാളൻ കാവ് വേലയ്ക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ ആളിനെ അറസ്റ്റ് ചെയ്തു. അതായത് പാലക്കാട് ചേലക്കരയിൽ അന്തിമഹാകാളൻ കാവ് വേല എന്ന് പറയുന്ന എന്തോ ഒരു ചടങ്ങുണ്ടത്രേ. അതിൽ വാട്സപ്പിലൂടെ വിദ്വേഷ പരാമർശം നടത്തി. ആ വിദ്വേഷ പരാമർശം നടത്തുമ്പോൾ ആ നടത്തിയ ആൾ ഒരു വ്യാജ പേരിലും വ്യാജ പ്രൊഫൈലിലുമാണ്. ചിലപ്പോൾ അന്ത്രമാൻ കുഞ്ഞെന്നോ അസനാരു കുഞ്ഞെന്നോ ഒക്കെയുള്ള പ്രൊഫൈലായിരിക്കും സ്വീകരിച്ചത്. അത് വലിയ വിഷയമായി. പോലീസ് അന്വേഷിച്ചപ്പോൾ BJP പുലാക്കോട് മണ്ഡലം പ്രസിഡൻ്റായ പങ്ങാരപ്പള്ളി മംഗലംകുന്ന് വെളുത്തേടത്ത് ഗിരീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. അവിടെ നടക്കുന്ന വേലയ്ക്കും വെടിക്കെട്ടിനുമെതിരെ വിദ്വേഷകരവും പ്രകോപനപരവുമായ സന്ദേശങ്ങൾ അയച്ചതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഈ ഗ്രൂപ്പിൽ മറ്റൊരു പേരിലായിരുന്നു ഗിരീഷ് വേലയ്ക്കെതിരെ പരാമർശങ്ങൾ ഉന്നയിച്ചത്. അവസാനം സൈബർ സെല്ലാണ്, അത് വേറെ ആരുമല്ല, അസനാരൂഞ്ഞും അന്ത്രമാനും ഒന്നുമല്ല, ഇത് നമ്മുടെ ഗിരീഷാണ്, നമ്മുടെ ഗിരീഷിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗിരീഷ് പറഞ്ഞതാണ് എന്ന തരത്തിൽ കണ്ടുപിടിച്ച് ഏതായാലും അങ്ങനെ അറസ്റ്റ് ചെയ്തത്. ഇത് ഓരോരുത്തർക്ക് മാത്രമല്ല. നമ്മുടെ ജനൻ TV-യിൽ ഈ പറയുന്ന ഒരു വാർത്ത വന്നു. അതിൽ പറയുന്നത് ഇഫ്താർ വിരുന്നൊരുക്കി ബാബ്സ് ഹിന്ദു മന്ദിർ, അബുദാബിയിൽ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശമുയർത്തിയ സായാഹ്നം. അതായത് അബുദാബിയിൽ ഇഫ്താർ വിരുന്നൊരുക്കിയത് മതസൗഹാർദ്ദ സന്ദേശം ഉയർത്തിയതിൻ്റെ വലിയ മനോഹരമായ ദൃശ്യങ്ങളാണ്. അതിനെ നമ്മുടെ ജനം TV പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ അവിടെ ഇതൊക്കെ നടത്തുന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ ഉള്ള സ്ഥിതി എന്താ? ഇവിടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹിന്ദു ദേവാലയങ്ങളോ ഇത് ഒരുക്കിയാൽ അവിടെ ഹമാസിന് വേണ്ടി ദുആ നടന്നു, അവിടെ പ്രസംഗിക്കാൻ വന്നവർ അങ്ങനെ പറഞ്ഞു, അവിടെ ആ തീവ്രവാദി വന്നു, ഈ തീവ്രവാദി വന്നു. സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കടുത്ത മുസ്ലിം വിമർശനമൊക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സിൽ വന്നപ്പോൾ പിന്നെ അദ്ദേഹം ഈ പാണക്കാട് തങ്ങളെടുത്തോ ലീഗിൻ്റെ പരിപാടിക്കോ ഒക്കെ സന്ദർശിക്കുന്നതിന് എന്തുമാതിരി തെറിയാണെന്നറിയോ അഭിസംബോധന ചെയ്ത് എഴുതുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ ഹിന്ദുമതം മാറിയില്ല, രാഷ്ട്രീയമേ മാറിയുള്ളൂ. പക്ഷേ തെറിവിളിയുടെ പൂരത്തോട് പൂരമാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇവർ മുദ്രാവാക്യം വിളിക്കുന്നവർ പറയുമല്ലോ, മതമല്ല 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 പ്രശ്നം എന്ന് പറയുന്നത് പോലെ മതമല്ല പ്രശ്നം, ഇവർക്ക് വിദ്വേഷക്കൂട്ടിൽ ആരെ കിട്ടുന്നു എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ ദുബായിലും സൗദി അറേബ്യയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെയാണ് ഇത് നടക്കുന്നതെങ്കിൽ ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. വളരെ സന്തോഷം. എല്ലാവരും അതിൽ ഈ പറഞ്ഞതുപോലെ മതേതര സായാഹ്നത്തിൻ്റെ സമുജ്വലമായ ഉദാഹരണത്തിൻ്റെ പ്രോജ്വലിക്കുന്ന ഉജ്ജ്വലതയെ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടും. പക്ഷേ അതല്ലെങ്കിൽ പ്രതീഷ് വിശ്വനാഥ് പറഞ്ഞിരിക്കുന്നതുണ്ടോ സംഗതി? പ്രതീഷ് വിശ്വനാഥ് പറഞ്ഞത് പോർക്കലി കലശ കമ്മിറ്റി ഇതിൽ നിന്നും പിന്മാറണം, ഹിന്ദു സമാജത്തെ അപമാനിക്കുന്ന പ്രവൃത്തിക്ക് കാലം മാപ്പ് തരില്ല. എന്താ സംഗതി? ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പോർക്കലി കലശ കമ്മിറ്റി മുഴുക്കുന്ന് മഹൽ നിവാസികൾക്കൊരുക്കുന്ന സമൂഹ നോമ്പ് തുറയും സ്നേഹസംഗമവും 26-ന് ബുധനാഴ്ചയാണ്. സമൂഹ നോമ്പ് തുറയും ആ സ്നേഹസംഗമവും ഈ അമ്പലക്കാരൊരുക്കുന്നതിനാണ് അവർ പിന്മാറണം എന്ന് പറയുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുപാട് മനുഷ്യരെ പോലെ പല മസ്ജിദുകളും ഈ പറയുന്ന ആളുകളെ കയറ്റി ഭക്ഷണം കൊടുത്തു. ഏതെങ്കിലും ഈ വിദ്വേഷിയുടെ ഒരു പ്രൊഫൈലുകൾ അതിനെക്കുറിച്ചൊരു നല്ല വാക്ക്, ആ മനുഷ്യൻ നന്നാവുന്നു, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ജിഹാദികൾ നന്നാവുന്നു, തീവ്രവാദികൾ നന്നാവുന്നു എന്ന് പോലും ഒരാളും എഴുതിയില്ല. കാരണം ഇവനൊക്കെ വേണ്ടത് അതല്ല. അതാണ് പ്രശ്നം. അത് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. കറുപ്പിൻ്റെ എതിർവശം വെളുപ്പല്ല, കറുപ്പില്ലായ്മയാണ്. ഹിന്ദുവിൻ്റെ എതിർവശം ആ ഹിന്ദുത്വ മൂല്യങ്ങളില്ലാത്തവൻ എന്നുള്ളതാണ്. മുസ്ലിമിൻ്റേതും ഇസ്ലാമിയത്തില്ലാത്തവനാണ്. ക്രൈസ്തവൻ്റേതും ആ ക്രൈസ്തവത ഇല്ലാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ മറിച്ചല്ല.